ഹലോ നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ണറിലേക്ക് ഇന്നും സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. ഒരു അടിപൊളി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ കൊണ്ടാട്ടമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് സ്പൈസിയാണ് കേട്ടോ അത്. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമുക്ക് ആരംഭിക്കാം. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കണ്ടില്ലേ, ചെറിയ പീസുകളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. അതേതാണെന്ന് പറയാം. ഇതിലേക്ക് ഞാനിപ്പോൾ നല്ല എരിവിന് വറുത്തെടുക്കണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് കണ്ടില്ലേ, 1 കിലോ ചിക്കനല്ലേ ഉള്ളൂ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മുളക് പൊടി, കൂടുതൽ എരി വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാൻ 1.5 സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ചെറുനാരങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കന് നല്ല സോഫ്റ്റ് ആവും ചെയ്യും, പെട്ടെന്ന് നന്നായി വെന്ത് കിട്ടും ചെയ്യും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കളർ പൊടി, അതായത് കളർ പൊടി എന്ന് വെച്ചാൽ കളർ പൊടിയല്ല, ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ കളറല്ല, നാച്ചുറൽ കളർ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാട്ടോ. നമ്മൾ റെഡ് കളറൊന്നുമല്ല ചേർക്കാൻ പോകുന്നത്, ബീട്രൂട്ടിൻ്റെ ആ ജ്യൂസാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ ബീട്രൂട്ടിൻ്റെ ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം കേട്ടോ. ഞാനിത് എല്ലാം കൂട്ടി തിരുമ്മി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഞാൻ 2 സ്പൂണും കൂടി കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് കാരണം നല്ലൊരു കളറുണ്ട് ഇതിന് ഇല്ലേ. ആർട്ടിഫിഷ്യൽ കളറുകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഈ കളർ ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചാൽ 2-3 കഷ്ണം ബീട്രൂട്ട് 1/2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക. നന്നായിട്ട് കളർ ഇറങ്ങുമ്പോൾ, കളർ ഇറങ്ങില്ലേ, അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളത് വാങ്ങി വെച്ചിട്ട് കുറച്ച് തണുക്കുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായി അരച്ചെടുക്കുക. എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് നന്നായി അമർത്തി പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ആർട്ടിഫിഷ്യലായ കളർ തന്നെയേക്കാളും ബെസ്റ്റ് കളറാണ്. ഇപ്പോൾ കണ്ടോ, ഇതാണ് ഞാൻ ചിക്കനിൽ ചേർക്കുന്നത്. കണ്ടോ, ഇതിന് നല്ല കളറുണ്ട്. ഇത് നമ്മൾ അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ നല്ല കളറായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ കളർ ഉണ്ടാക്കിയെടുത്തത്. കളറാണ് ഞാനിപ്പോൾ ചിക്കനിൽ ചേർക്കാൻ പോകുന്നത് കേട്ടോ. ആവശ്യത്തിന് ഇതിന്ന് എടുത്ത ശേഷം ഇത് നമുക്ക് ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിലാക്കിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കളറുകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മുടെ ചിക്കന് നല്ല കളർ കിട്ടും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ നമ്മുടെ ചിക്കൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. ചിക്കൻ വറുക്കാനായിട്ട് ഞാൻ പാനിൽ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായി കഴിഞ്ഞാൽ ഓരോ പീസായിട്ട് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്, ഓരോ പീസായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ചിക്കനിൽ ഇപ്പോൾ ബീട്രൂട്ട് ചേർത്തുകൊണ്ട് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റൊന്നും വരില്ല കേട്ടോ. ഇപ്പോൾ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനുള്ള അടുപ്പൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഉരുളി വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യമുള്ള വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ സബോള ഇട്ട് കൊടുക്കുകയാണ്. പുറത്താണ് നമ്മൾ അടുപ്പ് കൂട്ടിയിരിക്കണ്ടേ. അടുപ്പിൽ വെച്ചുണ്ടാക്കണതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. സബോള നന്നായി കുറച്ച് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം. ഇതും ചെറുതായി വാടി കണ്ട് പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് 2 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണ്ടേ. നന്നായി മൊരിഞ്ഞ് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് പൊടിയൊക്കെ.
അപ്പോൾ നമുക്ക് ഇതിന് മസാലപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത മുളക് പൊടി ഇട്ട് കൊടുക്കാനേ. ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ചിക്കൻ ഇട്ടിട്ട് നന്നായി ഇളക്കണം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണേ. 1 സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. 1 കിലോയിലേക്ക് 1 സ്പൂൺ മതി. 1 സ്പൂൺ ചില്ലി സോസും ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി ഇളക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കൊണ്ടാട്ടം കണ്ടോ, നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന പോലെ അതേ ടേസ്റ്റിൽ അത് ശരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉപ്പൊക്കെ നോക്കാം. കുറച്ച് ഉപ്പിടാം, മസാലയിലൊക്കെ ഉപ്പ് വേണ്ടേ. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പ് നോക്കട്ടെ. ചെറുതായിട്ട് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്കിത് ഉപ്പിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം അങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇറക്കണ സമയത്ത് 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തോളൂ നിങ്ങൾ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഉപ്പും എരിവൊക്കെ നന്നായി ബാലൻസ് ആവാനായിട്ട് കുറച്ച് 1/2 സ്പൂണോളം ചേർക്കാം നമുക്ക്. ഞാനിതിലേക്ക് കുറച്ച് വേപ്പില ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കറിവേപ്പിലയും ഒരു സ്വല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുപ്പിൽ വെച്ച് ചെയ്യേണ്ട, അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് ചെയ്താൽ മതി. പഞ്ചസാരയും അതുപോലെ തന്നെ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, വേപ്പില ഇട്ടപ്പോൾ തന്നെ അത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണിത്. റെസ്റ്റോറൻറ്റിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടാട്ടം റെഡിയാക്കാം. അപ്പം നമുക്കിത് ഒരു ഇലയിലേക്കാണ് ഇത് പകർത്താൻ പോണേ കേട്ടോ. കണ്ടില്ലേ, അപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഞാൻ ഇലയിൽ പകർത്തിയിട്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ.